സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ദൈവമായ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇന്ന് ടെക്സാസ് സ്റ്റേറ്റിനു വേണ്ടിയും ഹ്യൂസ്റ്റണിൽ നിന്ന് പുഷ്പ ബൈജു പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഓർപ്പിച്ചു. ഈശോയുടെ വാഗ്ദാനമാണല്ലോ അവിടുത്തെ നാമത്തിൽ ത്രിത്വൈക ദൈവം, അവിടുത്തെ നാമത്തിൽ നാം എവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെ നമ്മുടെ ആത്മാവിൽ കടന്നു വരികയാണ്. ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ കടന്നു വന്നുകൊണ്ട് നമ്മളെ നയിക്കുന്ന ദൈവമാണ്. ഇവർ നന്ദി പറയാം. കർത്താവിൻ്റെ ആത്മീയ സാന്നിധ്യം തിരുസഭയിൽ നാം ആയിരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മോടുകൂടെ, നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ് നാം തിരുസഭയിലായിരിക്കുക എന്ന് പറയുന്നത്. പെന്തക്കോസ്താ നാളിൽ തിരുസഭ ഉണ്ടായെന്ന് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 2 വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലായിരുന്ന 120ഓളം പേരുടെ മേൽ തീജ്വാല പോലെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ അന്ന് തിരുസഭയുണ്ടായി. ഇന്നും ആ പരിശുദ്ധാത്മാവാണ് തിരുസഭയെ നയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നൂറ്റാണ്ടുകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ, സഭയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ, തിമോത്തിയോട് പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരത്തെ നീ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൈമാറ്റം തിരുസഭയിലൂടെ യേശു നൽകിയ ആ വലിയ അധികാരം നമ്മളിൽ ഇന്ന് തിരുസഭയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മ സാന്നിധ്യം നിലനിർത്തുവാനായിട്ട് ഈ ദിവസം, പ്രത്യേകിച്ച് ഈ ആഴ്ച, 25ാമത്തെ ആഴ്ചയിലൂടെ നമ്മൾ ആഗോള സഭയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആഴ്ച മുതൽ നമ്മൾ ചിന്തിക്കുന്നത് നന്മയും തിന്മയും ഉണ്ട്. അതിൽ എങ്ങനെ നമുക്ക് തിന്മയെ ജയിക്കാൻ സാധിക്കും? നമുക്കറിയാം, നന്മ ചെയ്തുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് നന്മ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ചിന്തകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലും പുഷ്പ ഓർപ്പിച്ചതുപോലെ ലൂക്കാസ് സുവിശേഷം 8ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ സഹോദരനും ഒക്കെ യേശുവിനെ കാണാൻ വന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് അവരവനെ അറിയിച്ചു. യേശു പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും എന്ന് പറയുമ്പോൾ നമ്മളത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, യേശു തൻ്റെ അമ്മയെ എന്തോ കുറവുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞെന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. എന്നാൽ യേശു പറയണം, നോക്കൂ, ഇവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. ആരാണ് ഇവര്? ദൈവവചനം പാലിക്കുന്നവരാണ്. കാരണം നമുക്കറിയാം, ദൈവവചനം അപ്പാടെ പാലിക്കാൻ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പൂർണ്ണമായും ദൈവവചനം പാലിക്കാനായിട്ട് ജീവിതം സമർപ്പിച്ചതാണ് യേശുവിൻ്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയം. അല്ലെ, നമ്മൾ വായിക്കുന്നില്ല, ദൈവദൂതൻ വന്ന ദൈവികമായ ആ വെളിപ്പെടുത്തൽ കൊടുക്കുന്ന സമയം പൂർണ്ണമായും ദൈവവചനം. ലൂക്ക 1:38 മറിയം പറഞ്ഞതാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, ഞാൻ വേലക്കാരിയാണ്, ദൈവത്തിൻ്റെ വേലക്കാരിയാവുകയാണ്, ദൈവവചനത്തിൻ്റെ വേലക്കാരിയാണ്. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പൂർണ്ണമായും ദൈവവചനം പോലെ മാത്രം എന്നിൽ നിറവേറിയാൽ മതി. ദൈവവചനം മാത്രം നിറവേറിയാൽ മതി. ഞാനൊരു കന്യകയാണ്, ഒരു യുവതിയാണ്, വിവാഹത്തിനുള്ള ആലോചനകളൊക്കെ, എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാധാരണ എല്ലാ കന്യകമാരെയും പോലെ ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ദൈവം എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ പൂർണ്ണമായും ഇതാ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെയും നിന്റെ മുമ്പിൽ അടിയുറക്കി, ദൈവമേ നിന്റെ വേലക്കാരിയായിട്ട് ഞാൻ മാറും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വേലക്കാരി എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും അല്ലേ, നല്ല ഉന്നത വിദ്യാഭ്യാസവും നല്ല കുടുംബത്തിലും സാമ്പത്തികമായിട്ടുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് പലരും അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ചിലപ്പം ജോലിക്ക് പോകേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ വിദ്യാഭ്യാസമോ കഴിവോ നമ്മളുടേതായിട്ടുള്ള കുടുംബ മഹിമയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ആരുടെ കീഴിൽ ജോലി ചെയ്യുന്ന അവർ പറയുന്ന പോലെ മാത്രം അല്ലേ. രാവിലെ 8 മണിക്ക് വന്ന് വൈകിട്ട് 4 മണിക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ജോലിയിൽ അങ്ങനെയല്ലേ. നമ്മൾ എഗ്രി ചെയ്ത് സൈൻ ചെയ്ത് അങ്ങനെ ഇവിടുത്തെ ഈ ജോലി നമ്മുടെ സൂപ്പർവൈസർ പറയുന്നത് പോലെ അല്ലെ മേലധികാരികൾ പറയുന്ന പോലെ അസൈൻമെന്റ് പോലെ ചെയ്യാനായിട്ടല്ലേ നമ്മൾ പോകുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജോലിയുടെ അടിമകളായി തീരുകയാണ് അവിടെ ജോലി സ്ഥലത്ത്. വേറൊന്നും വേണ്ട, അത് മാത്രം ചെയ്താൽ മതി. മറിയം ഏതാണ്ട് അതുപോലൊരു കാഴ്ചപ്പാടാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ട് പൂർണ്ണമായും ദൈവവചനത്തിന് വേണ്ടി എൻ്റെ ജീവിതം തന്നെ 8 മണിക്കൂറല്ല, എൻ്റെ ജീവിതം തന്നെ ഞാൻ അടിയറ വയ്ക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി, എന്തു വേണേലും പറഞ്ഞോ, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ദൈവത്തോട് പറഞ്ഞ ഈ ഭൂമിയിൽ അങ്ങനെ ആരുമില്ല. പരിശുദ്ധ മറിയത്തെ പോലെ മനുഷ്യനായ ഭൂമിയിൽ ജനിച്ചവരില്ല. ആ മറിയം, അതാണ് ഈശോ പറഞ്ഞത്, ഇതാ എൻ്റെ അമ്മ. അല്ലെങ്കിൽ കുരിശിന്റെ ചൂടിൽ യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കി, ആരാണ് എൻ്റെ അമ്മ? ഇതാ എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് തരികയാണ്. ഈ ഭൂമിയിൽ ഇതുപോലെ ദൈവത്തെ അനുസരിക്കാൻ, ദൈവവചനം പാലിക്കാനായിട്ട് സാധിക്കുന്ന മറ്റാരും ഞാൻ കാണുന്നില്ല. തിരുസഭയുടെ അമ്മയായിട്ട്, നമുക്ക് ഓരോരുത്തരുടെയും അമ്മയായിട്ട് യേശു തന്നത് തൻ്റെ അമ്മയെ തന്നെയാണ് അല്ലേ. പഴയ നിയമത്തില് പലപ്പോഴും ചിന്തിച്ചാണ്, പഴയ നിയമത്തില് ആദം തൻ്റെ ഭാര്യയായ ഹൗവായെ ഇങ്ങനെ പറഞ്ഞു, 33 ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ് മറിയം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ല, ജീവനുള്ളവരുടെ എല്ലാം മാതാവാണെന്ന് പറഞ്ഞ ഹൗവ എന്ന് പേരിട്ടുവെങ്കിൽ രണ്ടാം ആദമായ യേശു ക്രിസ്തു പറയാണ്, ഹൗവ ഇതാണ് എൻ്റെ അമ്മയാണ് ഇനി നിങ്ങളുടെ അമ്മ. രക്ഷകനായ യേശു പറയാണ്, രക്ഷിക്കപ്പെട്ടവരുടെ അമ്മ ഇനിയും എൻ്റെ അമ്മയാണ്, കന്യകാ മറിയമാണ്. കുരിശിന്റെ ചൂട്ടിൽ വെച്ച് യോഹന്നാൻ 19 ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. പ്രിയമുള്ളവരെ, അത് ദൈവവചനം പൂർണ്ണമായും, തൻ്റെ അമ്മ ദൈവവചനം പൂർണ്ണമായും കുരിശിന്റെ സഹനത്തിന് തൻ്റെ ജീവിത താൻ എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നോ അതിനോട് പൂർണ്ണമായി സഹകരിച്ചു. തൻ്റെ സ്വന്തം മകനെ ദൈവവചനപ്രകാരം കാൽവരിയിൽ ബലിയായി വിട്ടുകൊടുക്കാൻ, അബ്രാഹാം തൻ്റെ മകനെ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായി മോറിയ മലയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് അത് തന്നെയാണ് മറിയം. നിന്റെ ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുന്നതൊക്കെ ശമയോൻ പറഞ്ഞതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് എന്താണെന്നറിയില്ലായിരുന്നു. പക്ഷേ ഓരോന്നും നടക്കുമ്പോൾ ഇത് ദൈവവചനം, നിന്റെ വചനം നിറവേറട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ നമ്മളതിനെ കാണേണ്ടത്. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരൻ എന്ന് യേശു വേറൊരിടത്ത് പറഞ്ഞു. മറിയമാണ് പൂർണ്ണമായും ദൈവവചനം നിറവേറ്റിയത് ഈ ഭൂമിയിൽ. ദൈവവചനത്തിൻ്റെ ദാസിയായി മാറുക മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയം മുഴുവനും വചനത്തിൽ നിന്ന് അണുവിട മാറിയിട്ടില്ല. മറിയത്തെക്കുറിച്ച് പറഞ്ഞത് സ്വപ്നത്തിലോ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ മനസ്സിലോ വിചാരത്തിലോ പാപം ചെയ്തിട്ടില്ല. ദൈവവചനം അപ്പാടെ ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് ദൈവം മറിയത്തെ ദൂതനിലൂടെ അഭിസംബോധന ചെയ്തത്. നമ്മൾ അറിയണം പ്രിയമുള്ളവർ, ഈ ഭൂമിയിൽ സാത്താനോടുള്ള പോരാട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മൾ നന്മ ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ഇന്ന് നമ്മളെ സംഗീതം 119 പുഷ്പം അർപ്പിച്ചതുപോലെ സംഗീതം 119 നമ്മൾ ഇടയ്ക്കുന്ന വായിച്ച് ധ്യാനിക്കുന്ന നല്ലതാണ്. കാരണം എങ്ങനെയാണ് പാപം ചെയ്യാതെ എങ്ങനെയാണ് നന്മ ചെയ്ത് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ള ചിന്തയാണ് സംഗീതം 119 അല്ലെ. അല്ലെങ്കിൽ പങ്കിലമല്ലാത്ത അല്ലെങ്കിൽ കളങ്കമില്ലാത്ത മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം, കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അന്നത്തെ വചനം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ അവിടുന്ന് വായിക്കുകയാണ്. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. വീണ്ടും ഒരു യുവാവ് ജീവിതത്തിൽ, നമ്മൾ ചെറുപ്പക്കാരല്ലേ, നമ്മളെ ഒരു ജീവനം സംഗീതം 119:9 പറയാണ്, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? ഉത്തരമാണ്, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. വീണ്ടും ഇന്നത്തെ വായനയുടെ ഭാഗമായിട്ട്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ
അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ദൈവമാണ് എൻ്റെ ആനന്ദം, അല്ലേ? അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, തൊഴുത്തിൽ കന്നുകാർ ഇല്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കും. ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആമോസ് പറയാം, നഷ്ടമുണ്ടായേക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളല്ലേ, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലോകത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ആനന്ദിക്കാൻ ദൈവവചനം അനുസരിച്ചാണ് അല്ലേ നമ്മൾ പഴയ നിമിത്തത്തിലെ ജോബിനെ കാണുന്നുണ്ടല്ലോ. എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. എപ്പോഴും പുള്ളി ദൈവം തന്നു, ദൈവം എടുത്തു, ഹല്ലേലൂയ, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇത് പറഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് തോന്നുന്നു ഇങ്ങേർക്ക് സുബോധം പോയി കാണും, ചിലപ്പോൾ തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് കാണും. ഇല്ല, ഇതിങ്ങനെയൊക്കെ പറയും, മക്കൾ മരിച്ചു, സമ്പത്തെല്ലാം പോയി, എല്ലാം പോകുമ്പോഴും പറയാണ് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം ശാന്തനായിട്ടാണ്, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ആ ഭാര്യയ്ക്ക് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് അതിനു മുമ്പൊക്കെ നല്ല അടുപ്പം. ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന ജോബ് കുഷ്ഠരോഗം ബാധിച്ചൊരു നാറ്റം കൊണ്ട് ശരീരം അടുക്കാൻ മേലാത്ത രീതിയിൽ ദൂരെ മാറി വീടിന് വെളിയിലിരിക്കുമ്പോൾ അവിടെ ഭക്ഷണം ഒരു പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഞാൻ മനസ്സിൽ കാണാറുണ്ട്. ആ ഭാര്യയ്ക്കാണ് വെറുപ്പാണ് ഇങ്ങനെ മനുഷ്യന്, ഇങ്ങനൊരു സാധനം. ഇപ്പോഴും ദൈവം നല്ലവനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഭക്ഷണം കൊണ്ട് കൊടുക്കണമല്ലോ, അത് കാലുകൊണ്ട് നീട്ടി പട്ടിക്ക് കൊടുക്കുന്നല്ലോ, അല്ലെ പട്ടിക്ക് പോലും നമ്മൾ അതിനേക്കാളും അങ്ങനെ കൊടുക്കും. കാലുകൊണ്ട് തട്ടി അങ്ങോട്ട് അടുത്ത് പോകാൻ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് കാലുകൊണ്ട് ആ പാത്രത്തിൽ ഭക്ഷണം തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പറയും, കഴിച്ചോ, വേണമെങ്കിൽ ഇതാ കഴിച്ചു, ഇതാ ഇപ്പോഴും നീ ദൈവത്തെ സ്തുതിച്ച് നിനക്കൊന്ന് മരിച്ചുകൂടെ എന്നാ ചോദിച്ചേ. നമ്മളൊരു ദൈവവചനം ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ അതാണ് കൃപയെന്ന് പറഞ്ഞത്, അവിടെയാണ് ദൈവകൃപ. അപ്പോഴും ജോബ് പറഞ്ഞു, ദൈവമേ നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, നീ നല്ലവനാണ്. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എന്താ പറഞ്ഞു, എന്തെല്ലാം അനുഗ്രഹം നമുക്ക് തന്ന ദൈവമാണ്, ആ ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയരുത്. കാരണം ദൈവത്തിന് എല്ലാം സാധിക്കും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജോബിൻ്റെ ഉള്ളിൽ ആ ഒരു ബോധ്യമുണ്ടായിരുന്നു. പറയുള്ളവരെ, ദൈവവചനം പാലിക്കുന്നവൻ, സുഭാഷണങ്ങൾ പറഞ്ഞു, ദൈവവചനം പാലിക്കുന്ന ഉത്കർഷം പാലിക്കുമെന്നും. ഇന്നത്തെ വായന സുഭാഷണങ്ങളിൽ നിന്ന് 21 രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. കർത്താവ് നിയന്ത്രിക്കുന്ന അരുവി. ഈ നിയന്ത്രണം എന്താ? ദൈവത്തിൻ്റെ കൽപ്പന, ദൈവവചനത്തിലൂടെയാണ് ദൈവം എല്ലാം നിയന്ത്രിക്കുന്നത്. ദൈവകൽപ്പനകളിലൂടെ നടക്കുമ്പോൾ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കുക, അറിയാൻ വേണ്ടി ഞാൻ പറയാം, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ട്രെയിൻ അല്ലേ, നമുക്ക് വണ്ടിയാണെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ച് സ്റ്റിയറിംഗ് തിരിച്ച് അങ്ങോട്ടിലൊക്കെ തിരിച്ചുകൊണ്ട് പോകാം. പക്ഷെ ഒരു ട്രെയിന് ട്രാക്കിൽ കൂടെ മാത്രമേ പോകുള്ളൂ. എത്ര സ്റ്റിയറിംഗ് തിരിച്ചാലും, മോട്ടോർമാൻ എത്ര തിരിച്ചാലും ആ ട്രാക്കിൽ കൂടെ മാത്രമേ ട്രെയിൻ പോകുള്ളൂ. അല്ല, ട്രാക്ക് മാറ്റണം, ട്രെയിൻ വേറെ ദിശയിലേക്ക് പോകണമെങ്കിൽ. ദൈവവചനമാണ് നമ്മളുടെ ട്രാക്കായിട്ട് ദൈവം ഈ ഭൂമിയിൽ ഇട്ടിരിക്കുന്നത്. നമ്മളതിൽ നിന്ന് പുറത്തിയാടും പലപ്പോഴും. ദൈവവചനം അതാണ് വഴിതെറ്റുക, വ്യഭിചരിക്കുക എന്നൊക്കെ പറഞ്ഞ വഴിതെറ്റുക. ദൈവവചനം ലംഘിക്കുന്ന ദൈവത്തിന്റെ ട്രാക്കിൽ നിന്ന് പുറത്തിയാടുമ്പോഴാണ് നമുക്ക് അപകടമുണ്ടാകുന്നത്. ദൈവത്തിന്റെ രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന ഒരു അരുവി പോലെയാണ്. അതിനെ ദൈവം വെച്ച് അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു. ദൈവവചനത്താൽ ഇതിനെ നയിക്കുകയാണ് ദൈവം. മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു. ദൈവം പറയുന്നൊന്നും അല്ല എന്ന് മനുഷ്യൻ അംഗീകരിക്കത്തില്ല. അതൊന്നും അല്ല, അങ്ങനെയല്ലെന്ന് മനുഷ്യൻ പറയല്ലോ. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. അവിടെ നോക്കണം, നമ്മളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനല്ലേ. ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ വലിയ ആനന്ദമാണ് നമുക്ക്. ഈശോയുടെ ദിവ്യകാരുണ്യ സ്ഥാനത്തിലായിരിക്കുക, അവിടുത്തെ ഹൃദയത്തെ സ്വീകരിക്കുക. ഇവിടെ പറയാണ്, നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രവൃത്തിയും പാപകരം അത്രയും. ഇതെല്ലാമാണ് നമ്മൾ ദൈവവചനം പാലിക്കുന്ന ഉത്കർഷം പ്രാപിക്കും. ഞാൻ പറഞ്ഞ പോലെ പരിശുദ്ധ കന്യാമറിയം ദൈവവചനം പാലിക്കാൻ വേണ്ടി ജീവിതം. നീ യേശുക്രിസ്തു യോഹന്നാൻ പറഞ്ഞ എന്താ? ദൈവവചനം മാംസം ധരിച്ചതാണ് യേശുക്രിസ്തു. ദൈവവചനം മാംസം ധരിച്ചതാണ് യേശുക്രിസ്തു. ദൈവവചനത്തിന്റെ നിറവാണ് യേശുക്രിസ്തു. എന്തെല്ലാമാണ് ഈ ലോകത്തിലൊരു മനുഷ്യനാ നമ്മെ പോലെ
അല്ലേ? ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാ വികാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ യേശുവിനുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ദൈവവചനം പാലിച്ചുകൊണ്ട് പ്രലോഭനങ്ങളൊക്കെ യേശുവിനും ഉണ്ടായിട്ടുണ്ട്. എബ്രായർ 4 പറയുന്നുണ്ട്, പാപം ഒഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ, പാപം ഒഴികെ എന്ന് പറയുമ്പോൾ പാപം ചെയ്യാതെ നിന്നു. പരീക്ഷണമൊക്കെ ഉണ്ടായി, പാപത്തിൽ വീണുപോയില്ല. കാരണം ഊനമില്ലാത്ത കുഞ്ഞാട്, അവൻ പാപത്തിൽ വീഴാൻ പാടില്ല. അപ്പൊ എല്ലാ പരീക്ഷണവും ഉണ്ടായി. അവിടെ ദൈവവചനമുള്ള യുവാവ് എങ്ങനെ തന്റെ മാർഗം നിർമ്മലമായി കാത്തു സൂക്ഷിക്കും? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തന്നെ. ദൈവത്തിന്റെ വചനമാണ് ഈ ഭൂമിയിൽ, ദൈവം തന്നെയാണ് ദൈവവചനം. ഇസ്രായേൽക്കാരോട് ജെറമ്യായിലൂടെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റുപറ്റുന്നല്ലേ? നിങ്ങൾ 2 തെറ്റാണ് ചെയ്തത്. നിങ്ങൾ 2 തെറ്റ്. ഒന്ന്, നിങ്ങൾ ജീവജലത്തിന്റെ അരുവിയായി എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. ഈ സുഭാഷികൾ 21 പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് നിയന്ത്രിക്കുന്ന ഒരു അരുവിയുണ്ട്. ഏദൻ തോട്ടത്തിലെ അരുവിയെക്കുറിച്ച് പറയുന്നുണ്ട്, നദിയെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ 2 തെറ്റ് എന്നാണ് ജെറമ്യാ 2:13 പറഞ്ഞത്. ജീവജലത്തിന്റെ അരുവിയായി എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു, പകരം നിങ്ങൾ സ്വന്തമായി ഈ അരുവിയിൽ ഇത്രയും വെള്ളമുണ്ടായിട്ട് ഇതിനു പകരം നിങ്ങൾ സ്വന്തമായി ഈ ലോകത്തിന്റെ മോഹങ്ങളാകുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അനേകം പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഈ ലോകത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് ഈശോ പറഞ്ഞു. ഒന്നും വേണ്ട, നമുക്ക് ഈ ലോകത്തിൻ്റെതായുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ലോകത്തിൽ നിന്ന് കിട്ടുമെന്ന് കരുതി പല കിണറുകൾ, അത് പൊട്ടക്കിണറായിരുന്നു, അതുകൊണ്ട് ഒരു പ്രയോജനമില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ ഇവിടെ കിണർ കുഴിച്ച് അവിടെ കിണർ കുഴിച്ച് ഇവിടെ കിണർ കുഴിച്ച് നടക്കുകയാണ്. പക്ഷെ അതൊന്നും വെള്ളമില്ല. ജീവന്റെ അരുവിയായ വചനത്തിലൂടെ യേശുവിന്റെ ആത്മാവ് നമ്മളിലേക്ക് സമാധാനവും സന്തോഷവും ആനന്ദവും നൽകാനായി ഉള്ളപ്പോൾ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായ മാർഗത്തിലൂടെ പോയി എന്നാണ് ജെറമ്യാ 2:13 ഓർപ്പിച്ചത്. ഈശോയുടെ ദീപികാരന്റെ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മളുടെ ജീവിതം ദൈവത്തിന്റെ വചനത്താൽ നയിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞതുപോലെ ജെറമ്യാ വീണ്ടും 42 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 6-ാമത്തെ അതിന്റെ ഒടുവില്, അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ, അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ ഞങ്ങൾ അനുസരിക്കും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും. എല്ലാം ശുഭമായിരിക്കും ദൈവവചനം. പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സാത്താൻ ഈ ലോകത്തിലുള്ളത് കൊണ്ട് അല്ലേ, യേശുവിൻ്റെ ജീവിതകാലത്ത് മരുഭൂമിയിലെ പരീക്ഷണ സമയത്ത് യേശു ദൈവപുത്രനാണ്, എല്ലാ അധികാരവും കഴിവ്. യേശു എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുമെന്നറിയാം. ഈശോ തന്നെ പറഞ്ഞില്ലേ, ഈ മരത്തോട് ഇവിടുന്ന് മാറി കടലിൽ പോയി സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ഈശോ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈശോയ്ക്ക് ദൈവിക വചനത്താൽ, കർത്താവ് വചനമാണ്. അതുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്തപ്പോഴാണ് എല്ലാം ഉണ്ടായത്. യോഹന്നാൻ പറയുന്നില്ലേ, അവനെ കൂടാതെ അവൻ ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവത്തിലൂടെ, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. വചനം തന്നെയാണ്. അവൻ എന്ത് ആഗ്രഹിച്ചാൽ അത് സംഭവിക്കും. കാരണം ദൈവം വചനമാണ്, ദൈവവചനത്താലാണ് എല്ലാം നയിക്കുന്നത്. എബ്രായർ 1 പറയുന്നല്ലോ, ദൈവത്തിന്റെ ശക്തിയുള്ള വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. പ്രഭാഷകൻ 41:26 ദൈവത്തിന്റെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലായപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ വചനം തന്നെയാണ് യേശു ഭൂമിയിൽ മനുഷ്യനായി വന്നത്. അപ്പോൾ യേശുവിനെ ഒന്ന് തെറ്റിക്കാനായി സാത്താൻ പറഞ്ഞത് എന്താണ്? കല്ലുകൾ നീ പറഞ്ഞാൽ ഈ എന്തിനകത്ത് 40 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, മരുഭൂമിയിലാണ്. അപ്പോൾ സാത്താൻ വന്ന് പറയുകയാണ്, നീ താഴെ ചെന്ന് വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടില്ല അമ്മയ്ക്ക്, അതുകൊണ്ട് നിനക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ കല്ലുകളോട് അപ്പമായി തീരാ, നീ പറഞ്ഞാൽ അത് സംഭവിക്കും. സാത്താൻ നല്ല അറിയാം. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, വിശുദ്ധ കുർബാനയിൽ അന്ത്യത്താഴ സമയത്ത് യേശു അപ്പം എടുത്തുകൊണ്ട് ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ശരീരമായി, അവന്റെ ആത്മീയ ശരീരമായത് മാറി. ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, കാരണം അവൻ വചനമാണ്, അവൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അന്ത്യത്താഴ സമയത്ത് അപ്പോൾ കുദാശയായി, ആ കുദാശ ഇന്നും ഭൂമിയിൽ അവൻ ജീവിക്കുകയാണ്. അവൻ അന്ന് തൻ്റെ വചനത്താൽ സ്ഥാപിച്ച അവൻ്റെ സാന്നിധ്യമാണ്, അവൻ്റെ ജീവനാണ്. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ഇത് രണ്ടും പ്രധാനമുള്ള കാരണം എന്താ? ശരീരത്തിന് രക്തമില്ലെങ്കിൽ ജീവനില്ല.
രക്തത്തിന് ശരീരത്തിന്റെ പുറത്തും ജീവനില്ല. അപ്പൊ അവൻ മരിച്ചുയർന്ന് ജീവിക്കുന്നവനെ, അവന് ആത്മീയമായിട്ട് എന്ന് പറയുമ്പോൾ അവന്റെ ദൈവികതയാണ്. ഭൗതികമായല്ല, മനുഷ്യമായ ഫിസിക്കലായിട്ടുള്ള ഒരു ശരീരവും രക്തവുമല്ല. അവൻ ആത്മാവിൽ എന്തായിരുന്നോ, അവൻ ദൈവമാണ്, അവൻ വചനമാണ്, അവൻ അരൂപിയാണ്, അവൻ ആത്മാവായി ദൈവകാരുണ്യമായി നമ്മൾ കാണപ്പെടുന്നത് അപ്പത്തിന്റെ രൂപത്തിലാണെങ്കിലും അവന്റെ ഉത്ഥാനം ചെയ്ത ആത്മീയ സാന്നിധ്യമാണ് കൂദാശയായി ഭൂമിയിൽ നമ്മൾ കാണപ്പെടുന്നത്. നമ്മൾ സ്വീകരിക്കുക, നമ്മൾ അവനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വചനം മാംസമായി വന്നവൻ, കൂദാശയായി മാറിയവൻ, അവൻ്റെ വചനത്താൽ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമുക്ക് ഇതേക്കുറിച്ച് വലിയ ബോധ്യമില്ല. പക്ഷെ സാത്താൻ അറിയാം, ഇവൻ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറഞ്ഞാൽ അപ്പമാകുമെന്ന്. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, അതെനിക്ക് പറ്റില്ല എന്നല്ല ഈശോ. എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എനിക്ക് ഇത് അപ്പമാക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഈ ശനിയാഴ്ച ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രാർത്ഥനയ്ക്കിടയിൽ ലീലിന് കർത്താവ് കൊടുത്തൊരു വെളിപ്പെടുത്തലായിരുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന്. ഈശോ അതാണ് പറഞ്ഞത് സാത്താനോട്. മനുഷ്യൻ അപ്പമൊക്കെ, എനിക്ക് ഈ കല്ലുകളൊക്കെ അപ്പമാവും, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. നമുക്ക് ആ ഒരു ബോധ്യമൊന്നുമില്ല. നമുക്ക് അപ്പമല്ലേ, പണമുണ്ടെങ്കിൽ ലോകത്തിന് എല്ലാം ഉണ്ടെങ്കിൽ വചനമൊന്നും വേണ്ട, പള്ളിയിലും പോകണ്ട, വചനവും വായിക്കേണ്ട, ബൈബിളും വായിക്കേണ്ട, കുമ്പസാരവും വേണ്ട, ഒന്നും വേണ്ട. പണമുണ്ടെങ്കിൽ, ഈ ലോകത്ത് സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ആകുമെന്ന് പറയുമ്പോൾ അത് വെറും വിഡ്ഢിത്തമാണെന്ന് പറയുന്നു. കാരണം നമ്മളെ താങ്ങി നിർത്തുന്ന, ആരോഗ്യത്തോടെ നമ്മളെ താങ്ങി നിർത്തുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സംഗീതത്തിന് 107 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 16 തൊട്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന ചിലർ രോഗികളായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം ലംഘിച്ചു പോയതുകൊണ്ട് ചിലർ രോഗികളായി തീർന്നു. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു, മൃത്തിക വാടങ്ങളെ സമീപിച്ചു. അവരപ്പോൾ കർത്താവിനോട് കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. നഷ്ടപ്പെട്ടു പോയ വചനങ്ങൾ വന്നപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടി. ഇന്നും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സൗഖ്യം. ഒരുപക്ഷെ നമ്മുടെ ചികിത്സയിലൂടെ കടന്നത് തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറും നല്ല നല്ല ഹോസ്പിറ്റലും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തെ അറിയാതെ പോകുന്നവർക്കും ദൈവത്തിൻ്റെ കരുണയാണ്. മെഡിക്കൽ സയൻസും നല്ല നല്ല ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഒക്കെ, അതും ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം അനുവദിച്ചിട്ടല്ലേ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള. ഞാൻ പറയും പ്രിയമുള്ള, ഇത് നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മളൊരു ശാസ്ത്രം എന്ന് പറയുമ്പോഴല്ല, ശാസ്ത്രം നല്ല, ശാസ്ത്രം ദൈവത്തെക്കാൾ മുകളിലല്ല. ഞാൻ പറയും ദൈവമാണ് നമുക്ക് ഇതെല്ലാം തന്നത്, ഈ ശാസ്ത്രമൊക്കെ അല്ലേ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്, ഫിസിക്സിൽ പറയുന്നില്ല, നോ മാറ്റർ ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. മാറ്റർ എന്ന് പറയുന്നത് അത് ഇനി ആർക്കും ഒന്നുമില്ല, ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ. ഇനി എത്ര ശ്രമിച്ചാലും, ഈ ഭൂമിയിൽ ആർക്ക് എത്ര ശ്രമിച്ചാലും നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഇപ്പോൾ ഉള്ളതിനെ നശിപ്പിക്കാനും പറ്റില്ല, ഒന്നിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് ശാസ്ത്രീയപരമായി തെളിയിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നതാണ്, ദൈവം സൃഷ്ടിച്ചതിനെ ആർക്കും ഇനി മാറ്റാൻ പറ്റില്ല, പുതുതായിട്ടൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. നോ മാറ്റർ ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. പലരും പറഞ്ഞാണ്, വെള്ളം തിളച്ചാൽ അത് നീരാവിയാകും, നീരാവി തണുപ്പിച്ചാൽ വീണ്ടും വെള്ളമാകും, വെള്ളത്തെ തണുപ്പിച്ചാൽ ഐസാകും. ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പം നാം ദൈവം സൃഷ്ടിച്ചതിന് എന്താ, ദൈവം സൃഷ്ടിച്ച് നമ്മളെന്താ ചെയ്യുന്നത്, മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഗാഡ് ക്രിയേറ്റഡ് ആൻഡ് മാൻ ഇൻവെന്റഡ്. ഇൻവെന്റഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ക്രിയേറ്റഡ് എന്ന് പറയാറില്ല അല്ലേ. എന്താണെങ്കിലും നോക്കൂ, അത് ഉള്ളതിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ നമ്മൾ ദൈവവചനത്താലാണ് എല്ലാം. ദൈവം എന്നും അതുപോലെ. ഇത് നമ്മൾ നോക്കിയാൽ, നമ്മൾ എന്ത് നോക്കിയാലല്ലേ, കാലാവസ്ഥയും അല്ലേ, കാലങ്ങൾ മാറി വരുന്നത്, സൂര്യ ഉദയം അസ്തമയം, ഇതൊക്കെ ദൈവവചനത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ വിന്ററും സ്പ്രിങ്ങും ഒക്കെ നാട്ടിലൊന്നുമില്ല, അമേരിക്കയിലൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര സീസൺ അല്ലേ, വിന്റർ, സ്പ്രിങ്, ഓട്ടം, സമ്മർ, ഓട്ടം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ദൈവവചനത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോന്നും ദൈവവചനം. ഇപ്പം നമ്മളെ ഒരു പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ജീവിതത്തിൽ അതിന് ദൈവവചനം തെറ്റിക്കാനായിട്ട് അറിയില്ല. സ്വഭാവത്തിന് വിശേഷ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അത് ദൈവവചനം അനുസരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുഴപ്പം നമ്മൾ മാത്രമാണ്, മനുഷ്യർ മാത്രമാണ് വിശേഷ ബുദ്ധിയുള്ള. നമ്മൾ നന്മയും തിന്മയും ഞാൻ നിൻ്റെ മുമ്പിൽ ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തുകൊള്ളുക. നമ്മൾ വചനം തെറ്റിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നമുക്കിന്ന് കുഴപ്പം.
നമ്മുടെ കുഴപ്പമില്ല. അപ്പൊ ആര് പറഞ്ഞല്ലോ, പരിശുദ്ധ കന്യാമറിയം പറഞ്ഞു, എനിക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണ്ട, എൻ്റെ തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാനിതാ അടിയറ വയ്ക്കുന്നു, ദൈവവചനം മാത്രം പാലിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണ് വിശുദ്ധരൊക്കെ. അനേക വിശുദ്ധരെ നമ്മൾ ഭൂമി കാണുന്നില്ലേ? അവരൊക്കെയും പണ്ട് പലരും അല്ലേ തിന്മയ്ക്ക് അടിമപ്പെട്ടവരായിരുന്നു. പക്ഷെ അവര് അതിനെ ഉപേക്ഷിച്ചിട്ട് നന്മ ചെയ്യാൻ തീരുമാനമെടുത്ത്, ദൈവവചനം പാലിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അവർ വിശുദ്ധരായി. നമുക്കും ആ ഒരു വിളിയാണുള്ളത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവവിളി എന്തുമാകട്ടെ, പുരോഹിതനായിരിക്കാം, കന്യാസ്ത്രീ ആയിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, പക്ഷെ വിളിക്കുള്ളിലെ വിളി എന്ന് പറയുന്നത് വചനം പാലിച്ചുകൊണ്ട് വിശുദ്ധി ജീവിക്കുവാനാണ്. അതിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല. നമ്മുടെ ദൈവവിളി എന്താ? വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്, ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ എന്നും ദൈവം നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും നമ്മളെ ദൈവം ഉപേക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റ് വരുന്നത്? ഒറ്റ കാര്യമുള്ളൂ. മർക്കോസ് 12:24 ഈശോ പറയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ എന്ന് പറഞ്ഞാൽ ദൈവവചനങ്ങളും. സംഗീതം 119 പറഞ്ഞതുപോലെ അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ വചനങ്ങൾ പാലിക്കുന്നു, എനിക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി എന്നാണ്. ഇല്ല, മറിയം സമർപ്പിച്ചതുപോലെ, ഇന്ന് ഈശോ നമ്മളെ ഓർപ്പിച്ചതുപോലെ യേശുവിൻ്റെ അമ്മ ആ വചനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ നിന്നും ദിവ്യകാരുണ്യമായി ഞങ്ങളെ നയിക്കുന്ന അദൃശ്യനായ ഒരു വ്യക്തി തന്നെയായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.